ചുറ്റുഭാഗത്തും ഈ ഒരു റിസർവോയറിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റി ഉൾക്കൊള്ളിച്ചുള്ള റിസോർട്ടുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കക്കയം കരിയാത്തുംപാറ ഡാം റിസർവോയറിൻ്റെ ഈ ഒരു വ്യൂ, കിടിലം വ്യൂ നമുക്ക് കാണാൻ പറ്റും. സൺസെറ്റിൻ്റെ വ്യൂ ആ ഭാഗത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സൺറൈസ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഈ ഭാഗത്തേക്കും പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഏകദേശം ഒരു ദ്വീപ് പോലെ കിടക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി കോഴിക്കോട് ജില്ലയിലെ കക്കയം കരിയാത്തുംപാറ തോണിക്കടവ് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു അടിപൊളി പ്ലോട്ട് വരുന്നത്. നമ്മുടെ പ്ലോട്ടിനെ ഇങ്ങനെ ചുറ്റി ഏകദേശം ഒരു 3 ഭാഗത്ത് ഏകദേശം ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപ് പോലത്തെ ഒരു പ്ലോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ശുദ്ധജല ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കയാക്കിങ് പോലത്തെ ആക്ടിവിറ്റികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിസോർട്ടൊക്കെ ചെയ്യാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള പ്ലോട്ട് തന്നെയാണ്. നമ്മളോട് ചോദിക്കുന്നതാണ് ആളുകൾ ഇതിൽ ആക്ടിവിറ്റി പറ്റുമോ എന്നുള്ളത്. 100% നിങ്ങൾക്ക് നമുക്ക് ബോട്ടിംഗ് അല്ലാത്ത ആക്ടിവിറ്റി, അതായത് ഈ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കയാക്കിങ് പോലത്തെ തോണി പോലത്തെ ആക്ടിവിറ്റികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇതിന് പെർമിഷൻ കിട്ടുന്ന ലാൻഡ് തന്നെയാണ്. ഈ ലാൻഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് അടിപൊളി ഒരു വീടും കൂടെ അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്, അതായത് വഴിയാണ് ഈ കാണുന്നത്. ഏകദേശം തൊട്ടടുത്ത് വരെ ടാർ റോഡ് വരുന്നുണ്ട്. ആ ടാർ റോഡിൽ നിന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് ഈ ഒരു വീതിയിൽ ഏത് ലോറി അടക്കമുള്ള ഏത് വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ഉണ്ട്. അതുപോലെ വീടിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. അതുപോലെ തെങ്ങുണ്ട്, റബ്ബറുണ്ട്. ഫലവൃക്ഷങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മിൽക്ക് ഫ്രൂട്ട് വരുന്നുണ്ട്, ചിക്കു വരുന്നുണ്ട്, പിന്നെ റംബൂട്ടാൻ വരുന്നുണ്ട്. അങ്ങനെ ചുറ്റുഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫലവൃക്ഷങ്ങളാണ് നമുക്ക് വീടിന് ചുറ്റും വരുന്നത്. ഇതാണ് നമ്മളുടെ വീട്. ഏകദേശം ഒരു 6-7 വർഷം മാത്രമാണ് ഈ വീടിന് പഴക്കം. പക്ഷേ കണ്ട പുതിയതെന്ന് തോന്നിക്കുന്ന തരത്തിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് 2000 സ്ക്വയർ ഫീറ്റ്, ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലായിട്ട് വരുന്ന ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള പുതിയ രീതിയിൽ തന്നെ പണിതിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. മുറ്റമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റം. ഇപ്പം നിലവിലിവിടെ അടക്കയും കാര്യങ്ങളൊക്കെ ഉണക്കാനിട്ടേക്കാണ്. ഈ പറമ്പിൽ നിന്ന് തന്നെ വരുന്ന അടക്കയും കാര്യങ്ങളും വിളവെടുത്തിട്ടുള്ള അടക്കയും കാര്യങ്ങളുമാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻ്റർസീ മംഗള ഇനത്തിൽപ്പെട്ടിട്ടുള്ള അടക്കയാണ്. നല്ല ഈൽഡ് കിട്ടുന്ന ഓരോ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നല്ല അടിപൊളിയായിട്ട് ഈൽഡ് കിട്ടുന്ന അടക്ക ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ തെങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുറ്റ്യാടി ഇനത്തിൽപ്പെട്ടിട്ടുള്ള നിരവധി തെങ്ങുകൾ, അത്യാവശ്യം നല്ല ഈൽഡ് തരുന്ന തെങ്ങുകൾ നമ്മുടെ പ്ലോട്ടിലുണ്ട്. പിന്നെ 1100ഓളം റബ്ബറുകളാണ് ഈ വീടിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. കുരുമുളക്, ജാതി, കൊക്കോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മരങ്ങൾ നമുക്ക് ചുറ്റുമായിട്ട് കാണാൻ പറ്റും. ഇതാണ് വീടും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി നമുക്ക് ബാക്കിലേക്ക് പോയി കാണാം. നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഒരു ഏരിയ ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടി തന്നെ ഉള്ള പറയാം. ഒരു ഡെൻസ് ഫോറസ്റ്റ് ഫീൽ കിട്ടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാടിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന ഏരിയയാണ്. പക്ഷേ ഇത് ഫോറസ്റ്റോ കാര്യങ്ങളോ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പ്ലോട്ട് എടുക്കുന്ന സമയത്ത് NOCയോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് നമ്മുടെ പ്ലോട്ടല്ല, പക്ഷേ ഈ ഭാഗത്തേക്കൊക്കെയുള്ള വ്യൂവും കാര്യങ്ങളും അതേപോലെ കാടിൻ്റെ ഒരു മനോഹാരിതയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ എന്നുള്ള രീതിയിലും നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത്രയും പ്രൈവസി നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ പ്ലോട്ടിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് കാണുന്ന റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഏകദേശം 2 ഏക്കർ ഈ ഭാഗത്തേക്ക് റബ്ബർ മരങ്ങൾ മാത്രമായിട്ട് വരുന്നുണ്ട്. മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത്യാവശ്യം നല്ല ഈൽഡുള്ള അടിപൊളി റബ്ബർ മരങ്ങൾ തന്നെയാണ് നമുക്ക് കാണുന്നത്. ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസർവോയർ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ ഒരു സൈഡിലേക്കൊക്കെ നമുക്ക് നോക്കിയാൽ ഒരു ഭാഗത്ത് പേരാമ്പ്ര എസ്റ്റേറ്റ് ആണ്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഭാഗത്തൊക്കെ ആന കുളിക്കുന്നത് അക്കരെ ഒരുപാട് ദൂരെ നമുക്ക് കാണാൻ പറ്റും. അതായത് റിസോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ആ ഒരു സീനറി ആസ്വദിക്കാൻ പറ്റുന്നുള്ളതാണ്. ലേമോണ്ടിഗോ റിസോർട്ടാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള റിസോർട്ട്. ഇപ്പോൾ നിലവിൽ ബുക്കിംഗ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ബുക്കിംഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള റിസോർട്ടാണ്. നമുക്ക് തോണിക്കടവൊക്കെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഏരിയ കൂടിയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേലിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ചുറ്റുഭാഗത്തും ക്ലിയർ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് പിന്നെ സർവേയോ കാര്യങ്ങളോ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലോട്ടാണ്. ഞാനിപ്പോൾ അവിടെ നിന്നപ്പോൾ നിങ്ങൾ വാട്ടർ ബോഡിയും കാര്യങ്ങളും കണ്ടു. കുറച്ചിങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും വാട്ടർ ബോഡിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗത്തുനിന്നും ഓരോ വൈബോട് കൂടി നമുക്ക് വാട്ടർ വ്യൂ ആസ്വദിക്കാൻ കഴിയും ഈ പ്ലോട്ടിൻ്റെ. ഇതുപോലെ നമുക്ക് ഈ ഭാഗത്താണ് സൺറൈസ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ആ റബ്ബർ തോട്ടം ഞാൻ ഇറങ്ങി വന്ന ഭാഗം കണ്ടു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സൺസെറ്റും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ പ്ലോട്ടിൽ ഇതുപോലെ ഓരോ മരത്തിലും കുരുമുളകും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിരപ്പായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പ്ലോട്ട് കിടക്കുന്നത്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് നിരപ്പ് തന്നെയാണെന്ന് പറയാം. ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കുറേ ഒരു പോർഷൻ റബ്ബറും കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ വരുന്ന വഴിയിലൊക്കെ കൊക്കോ, അതുപോലെ കാപ്പി, ജാതി, കുരുമുളക് തുടങ്ങിയിട്ടുള്ള ചെടികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മൊത്തത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വരുമാനമുള്ള ഒരു ഏരിയ ആണെന്ന് പറയാം.
ഇനി നമുക്ക് നേരത്തെ ഒരു പോർഷൻ കാണിച്ചു, അതേപോലെ തന്നെ നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്ന് വളരെ അട്രാക്റ്റീവായിട്ട് കാണാൻ പറ്റിയ ഒരു ഏരിയ ആണിതാ ഈ കാണുന്നത്. നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു സൈഡ് മറ്റൊരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള, പ്രൈവസിയോടുകൂടി റിസോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഫിനിറ്റി പൂളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആംബിയൻസിൽ ചെറിയൊരു ചെരിവോട് കൂടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചുറ്റിക്കൊണ്ട് ഇങ്ങനെ ഓരോ ഹട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കയാക്കിങ് ആക്ടിവിറ്റിയൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള റിസോർട്ട് എന്ന് പറഞ്ഞു. ആ രീതിയിൽ ഈ താഴ്ഭാഗത്ത് കൂടെയൊക്കെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട് പ്രോജക്റ്റ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. ടോട്ടലി നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് 9 ഏക്കറാണ് മൊത്തത്തിൽ വരുന്നത്. ഒരു റിസോർട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുത്തുകൊണ്ട് ചെയ്യുന്ന ടീമിന് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണിതെന്ന് പറയാം. വളരെയധികം പ്രൈവസിയുള്ള, വെള്ളം കിട്ടുന്ന, കറണ്ട്, വെള്ളം, എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 70,000 രൂപ മാത്രമാണ്. ഈ പ്രൈസ് എന്നുള്ളത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്, വളരെ ഹൈലി നെഗോഷ്യബിൾ പ്രൈസാണ്. നല്ലൊരു രീതിയിൽ നമ്മുടെ ഓണറുമായിട്ട് സമീപിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ ഈ ഓണർ പിന്നെ പ്രൈസിൽ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് ഈ പ്ലോട്ട് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊരു വ്യൂ, അതുപോലെ തന്നെ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അത്യാവശ്യം നിരപ്പായിട്ടുള്ള ഈ ഒരു വ്യൂവിലേക്ക് ചെറിയൊരു ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു കിടിലൻ പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറുമായി ബന്ധപ്പെടുക.